കമലാപുര കടന്ന് രാജകൊട്ടാരത്തിലേക്ക് നയിക്കുന്നതിന് റോഡിൻ്റെ വലതുവശത്തുള്ള വിശാലമായൊരു കെട്ടിടം രാജ്ഞിയുടെ കുളിമുറിയാണ്. അതാണ് ക്യൂൻസ് ബാത്ത്. ഹംപിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. കല്ല്, ഇഷ്ടിക, സ്റ്റാക്കോം എന്നിവകൊണ്ട് നിർമ്മിച്ച ചതുരാകൃതിയിലുള്ളൊരു കെട്ടിടം. പുറത്ത് ലളിതമായൊരു കെട്ടിടം തോന്നുമെങ്കിലും അകത്ത് 24 താഴികളുണ്ട്. ഇത് ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിലനിന്നിരുന്ന വാസ്തുവിദ്യാ മികവിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഹംപിയിലെ ക്യൂൻസ് ബാത്ത്. ഹംപിയിലെ റോയൽ എൻക്ലോഷറിൻ്റെ തൊട്ടടുത്താണ് ഈ ക്യൂൻസ് ബാത്ത് സ്ഥിതി ചെയ്യുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ക്യൂൻസ് ബാത്ത് 500 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇന്നും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ക്യൂൻസ് ബാത്ത്. ഇതിന് ചുറ്റും ഒരു കിടങ്ങ് കണ്ടു. അന്നത്തെ കാലത്ത് വെള്ളം നിറഞ്ഞു നിന്നിരുന്ന കിടങ്ങാണ്. ഇതിന് ചുറ്റും ഇതുപോലെ കിടങ്ങ് കാണാൻ സാധിക്കും. ശരിക്കും ഇങ്ങോട്ട് വെള്ളം വന്നിരുന്നത് അങ്ങ് ദൂരെയുള്ള കമലാപൂർ ലേക്കിൽ നിന്നാണ്. അണ്ടർഗ്രൗണ്ട് പൈപ്പ് വഴിയാണ് വെള്ളം ഇങ്ങോട്ട് എത്തിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ ക്യൂൻസ് ബാത്തിൻ്റെ അകത്തേക്ക് തിരിക്കുകയാണ്. ഇവിടുത്തെ കമാനകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള സ്ട്രക്ചറിലാണ് ഈ ക്യൂൻസ് ബാത്ത് നിർമ്മിച്ചിരിക്കുന്നത്. വിജയനഗര സാമ്രാജ്യം ഹിന്ദു രാജാക്കന്മാരെ ഭരിച്ചിരുന്നെങ്കിലും വളരെയധികം സെക്യുലറായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. ഈ ഹംപിയിലെ ജൈന ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇവിടുത്തെ ലോട്ടസ് മാളും ക്യൂൻസ് ബാത്തൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഈ ഗോപുര സ്ട്രക്ചർ കണ്ടോ? ഈ ഡോം സ്ട്രക്ചർ ഇതുപോലെ 24 ഉണ്ട് ഈ ബിൽഡിങ്ങിൽ. 24 ടൈപ്പിലുള്ളതാണ്. ഒന്നൊന്നിനോട് സാദൃശ്യമില്ലാത്ത രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. ഈ ക്യൂൻസ് ബാത്തിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ കമലാപൂർ എന്ന ലേക്കുണ്ട്. അവിടെ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് വന്നിരുന്നത്. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ് വെള്ളം എത്തിച്ചിരുന്നത്, അണ്ടർഗ്രൗണ്ട് പൈപ്പ് വഴി. ഒരു ലെവൽ വരെ മാത്രം വെള്ളം ഇങ്ങോട്ട് വന്നിരുന്നുള്ളൂ. എക്സസ് ആയി കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. കുറെ കഴിഞ്ഞാൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് ഔട്ട്ലെറ്റ് പൈപ്പ് വഴി പുറത്തേക്ക് പോകും. ഈ കാണുന്ന പലതും പഴയ വർക്കുകളല്ല. ഇതെല്ലാം പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. പണ്ട് കുറേ നശിച്ചു പോയിട്ടുണ്ട്. ഇതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുതുക്കി പണിതാണ്. ഈ സെൻട്രലിൽ കാണുന്ന ക്യൂൻ ബാത്തിൻ്റെ മെയിൻ ഏരിയ കേട്ടോ. 1.8 മീറ്റർ വരെ വെള്ളം കീപ്പ് ചെയ്യുന്നുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു ചെറിയ കുളം പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. പണ്ട് ഇതിൻ്റെ മുകളിലൊരു മണ്ഡപം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഹംപിയിലെ ഹസാര രാമക്ഷേത്രം. ഇതൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ചെറുതെങ്കിലും അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഇത് റോയൽ എൻക്ലേവിൻ്റെ സെൻട്രലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു കാലത്ത് വിജയനഗര രാജാക്കന്മാരുടെ സ്വകാര്യ ക്ഷേത്രമായിരുന്നു ഇത്. ഇത് രാമായണത്തിൻ്റെ കഥ ചിത്രീകരിക്കുന്ന അതിമനോഹരമായുള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പേരാണ് ഹസാര രാമ. ഹസാര രാമ എന്ന പദത്തിൻ്റെ അർത്ഥം 1000 രാമൻ എന്നാണ്. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ രാമായണ കഥ കല്ലിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിൽ രാമൻ്റെയും കൃഷ്ണൻ്റെയും ചിത്രങ്ങൾ കൊത്തിയിട്ടുണ്ട്.
അതുകൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിൽ അക്കാലത്ത് ദസറ ഉത്സവ റാലിയിൽ പങ്കെടുത്ത കുതിരകൾ, ആനകൾ, പരിചാരകർ, പട്ടാളക്കാർ, നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ എന്നിവയുടെ ചിത്രങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിൽ കൊത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ അപൂർവം കാണുന്ന ക്ഷേത്രങ്ങൾ കാണുന്ന രീതിയിലുള്ള ചിത്രപ്പണികളാണ്. അതുകൂടാതെ ഈ ഹസാര രാമക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തെ വിശാലമായൊരു പുൽത്തകടിയുണ്ട്. പിന്നെ ക്ഷേത്രവളപ്പിലേക്ക് പ്രവേശിക്കാൻ 2 വലിയ കവാടങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്ത് അലങ്കരിച്ച കൊത്തുപണികളുടെ തൂണുകൾ കാണാൻ സാധിക്കും. 2 ദ്വാരങ്ങളിലും ഒഴിഞ്ഞുപിടം ക്ഷേത്രത്തിൽ ഒരിക്കൽ രാമൻ, ലക്ഷ്മണൻ, സീത എന്നിവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്ന് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ രാമായണത്തിൻ്റെ കഥകളും കഥാസന്ദർഭങ്ങളും കൊത്തിയിട്ടുണ്ട്. അതുകൂടാതെ വിഷ്ണുവിൻ്റെ ചിത്രങ്ങളുണ്ട്. അതുകൂടാതെ കൃഷ്ണൻ്റെ ചിത്രങ്ങളുണ്ട്. പിന്നെ വിജയനഗര ശില്പികളുടെ മികച്ച കരകൗശല വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ഈ അമ്പലത്തിൽ കാണുന്നത് സാധാരണ കൊത്തുപണികളല്ല, വളരെ കൗതുകകരമായി തോന്നുന്ന രീതിയിലുള്ള കൊത്തുപണികളാണ്. മഹാഭാരതത്തിലെയും കൃഷ്ണൻ്റെ രൂപങ്ങളും പിന്നെ രാമായണത്തിലെ ഒരുപാട് സന്ദർഭങ്ങളും കഥയും ഇത് കൊത്തുപണികളായിട്ട് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയുള്ളതും ചെറിയൊരു അമ്പലമാണ്. ഹംപിയിലെ ഏറ്റവും ചെറിയ അമ്പലങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള അമ്പലമാണ് ഹസാര രാമ ടെമ്പിൾ. ഈ അമ്പലത്തിന് ചുറ്റുമുള്ള പുറം ചുമരിലുള്ള കൊത്തുപണികളാണ് ഈ കാണുന്നത്. ഇവിടെ ഹംപിയിൽ ഇത്ര മനോഹരമായിട്ട് പുറം ചുവരിൽ കൊത്തുപണികൾ ചെയ്തുള്ള വേറെ അമ്പലങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ഫുൾ ലെങ്ത്തിലാണ് കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത്. ഈ അമ്പലത്തിന് ചുറ്റും നടന്ന ഈ മനോഹരമായ കൊത്തുപണികൾ കാണാൻ നമുക്ക് സാധിക്കും. ഈ ക്ഷേത്രം 1513 കൃഷ്ണദേവരായ പണിത ക്ഷേത്രമാണ്. ഇതുവരെ നമ്മൾ പുറമേയുള്ള കാഴ്ചകൾ കണ്ടു. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കാം. ഈ അമ്പലത്തിൻ്റെ അകത്തെ സെക്ഷനിൽ കാണുന്ന രംഗമണ്ഡപമാണ്. ഈ തൂണുകൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ഗ്രാനൈറ്റുകൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ എൻ്റെ ഹംപി യാത്രയുടെ 4ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ഹംപി വീഡിയോ ഉടനെ ഉണ്ടാകുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഗിരീഷ്.